ഓം ശാന്തി 19/6/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ഏറ്റവും സൂക്ഷ്മമായ സേവനം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുക, മറ്റുള്ളവർക്ക് ഓർമ്മ നൽകുക എന്നതാണ്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ബാബയുടെ പരിചയം നൽകി അവരുടെ മംഗളം ചെയ്യാൻ സാധിക്കും. ഏറ്റവും മുഖ്യവും എന്നാൽ സൂക്ഷ്മവുമായ സേവനമാണ് ബാബയുടെ ഓർമ്മയിലിരിക്കുക, മറ്റുള്ളവർക്കും ഓർമ്മ കൊടുക്കുക എന്നത്. കാരണം ഓർമ്മയിലൂടെയാണ് നമ്മൾ ശുദ്ധമാകുന്നത്, പാപം നശിക്കുന്നത്, യോഗ്യരായി തീരുന്നത്. ഇങ്ങനെ ബാബയുടെ ഓർമ്മയിൽ സ്വയം ഇരിക്കുകയും വേണം, മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും വേണം. ഈ ഒരു മംഗളം ചെയ്യുന്നതിലൂടെ ഏറ്റവും ഉയർന്ന പദവിയിൽ എത്തുന്നു. ചോദ്യം: ഏത് ചെറിയ സ്വഭാവമാണ് വളരെ വലിയ അവജ്ഞയായി മാറുന്നത്? അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള യുക്തി എന്താണ്? ഉത്തരം: ആരിലെങ്കിലും ഒളിപ്പിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ മോഷ്ടിക്കുന്നതിൻ്റെ ശീലമുണ്ടെങ്കിൽ ഇത് വളരെ വലിയ അവജ്ഞയായി തീരുന്നു. പറയാറുണ്ട്, കക്കയുടെ മോഷ്ടാവ് ലക്ഷത്തിൻ്റെ മോഷ്ടാവാകും എന്ന്. ലോഭത്തിൽപ്പെട്ട് വിശന്നു എന്തെങ്കിലും ഒളിപ്പിച്ച് ചോദിക്കാതെ കഴിക്കുക, മോഷ്ടിക്കുക, ഇത് വളരെ മോശമായ ശീലമാണ്. ഈ ശീലത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ബ്രഹ്മബാബയ്ക്ക് സമാനം ട്രസ്റ്റിയാകൂ. എന്തെല്ലാം ഇതുപോലത്തെ ശീലമുണ്ടോ അത് ബാബയോട് സത്യമായി കേൾപ്പിക്കൂ. സദ്ഗുരുവിൻ്റെ നിന്ദകർ ഒരിക്കലും ലക്ഷ്യത്തിലെത്തില്ല എന്നാണ് പറയുന്നത്. എന്താണോ ബാബ നൽകിയിട്ടുള്ള ശ്രീമതം, അതിൽ നിന്ന് ഒട്ടും തന്നെ നാം വ്യതിചലിക്കരുത്. ഏത് ചെറിയ ഒരു ശീലമാണ് വളരെ വലിയ ഒരു അവജ്ഞയായി മാറുന്നത്? അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള യുക്തി എന്താണ് എന്നാണ് ബാബ ഇന്ന് പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനുള്ള അല്ലെങ്കിൽ മോഷ്ടിക്കാനുള്ള ശീലമുണ്ട് എങ്കിൽ ഇതൊരു വളരെ വലിയ അവജ്ഞയായി തീരുന്നു. പറയാറുണ്ട്, ചെറിയ മോഷണമായാലും അവരെന്നെങ്കിലും വലിയ മോഷണത്തിൽ എത്തിച്ചേരും. കാരണം നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പഠിക്കുന്നതാണ്, ആത്മാവിൽ മനസ്സ്, ബുദ്ധി, സംസ്കാരം ഉണ്ട്. സംസ്കാരത്തിൻ്റെ പ്രഭാവം ഡയറക്റ്റ്ലി മനസ്സിൽ വരുന്നു. എന്താണോ സംസ്കാരത്തിൽ റെക്കോർഡായിട്ടുള്ളത്, അത് എത്ര പഴയത് തന്നെ ആയാലും അത് തീർച്ചയായും മനസ്സിൽ വരും. തുടർച്ചയായി ഒരു കാര്യം മനസ്സിൽ വരികയാണ് എങ്കിൽ അത് ഒരു കർമ്മത്തിൽ വരാനുള്ള സാധ്യത ഉണ്ട്. കർമ്മത്തിൽ വരികയാണ് എങ്കിൽ അത് പിന്നെയും റെക്കോർഡായി സംസ്കാരമാകുന്നു. അത് പതുക്കെ പതുക്കെ ഒരു ശീലവും ആയിത്തീരാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് പറയുന്നത്, ചെറിയൊരു മോഷണമായാലും അതപ്പോൾ തന്നെ മാറ്റിയെടുത്തില്ല എങ്കിൽ തീർച്ചയായും വലിയൊരു മോഷ്ടാവായി തീരും. അത്യാഗ്രഹത്തിന് വശപ്പെട്ട് അല്ലെങ്കിൽ കർമ്മേന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാതെയോ പറയാതെയോ ഒളിച്ചെടുത്ത് ഭക്ഷിക്കുകയാണെങ്കിലും മോഷ്ടിക്കുകയാണെങ്കിലും ഇത് വളരെ മോശമായ ഒരു ശീലമാണ്. ഇതൊരിക്കലും ദേവതായി സംസ്കാരമല്ല. ഇങ്ങനെയുള്ള സംസ്കാരമുണ്ട് എങ്കിൽ ബ്രഹ്മബാബയെ പോലെ ട്രസ്റ്റിയാണ് എന്ന് മനസ്സിലാക്കണം. ഈ ശരീരം തന്നെയും നമ്മുടെ സ്വന്തമല്ല, ഇത് ബാബയുടേതാണ്. എല്ലാം ബാബയുടേതാണ്, ഞാൻ സൂക്ഷിപ്പുകാരനാണ് എന്ന് മനസ്സിലാക്കണം. അതിനോടൊപ്പം എന്തെല്ലാം ശീലമുണ്ടോ അതിനെക്കുറിച്ചെല്ലാം ബാബയോട് സത്യമായി പറയണം. ഡോക്ടറോട് പറയുമ്പോഴാണ് നമ്മൾക്കതിനുള്ള മരുന്ന് ലഭിക്കുന്നത്. ഇങ്ങനെ മരുന്ന് ലഭിച്ചില്ല എങ്കിൽ ഈ അസുഖം വളരെ വലിയ ഒരു തലവേദനയായി തീരും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സ്ഥൂല സേവനത്തോടൊപ്പം സൂക്ഷ്മവും മൂലവുമായ സേവനം ചെയ്യണം. എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകണം, ആത്മാക്കളുടെ മംഗളം ചെയ്യണം, ഓർമ്മയുടെ യാത്രയിലിരിക്കണം. ഇതാണ് സത്യമായ സേവനം. ഈ സേവനത്തിൽ ബിസിയായിരിക്കണം,
തൻ്റെ സമയം കളയരുത്. 2. സെൻസിബിളായി 5 വികാരങ്ങളാകുന്ന ഭൂതത്തിനു മേൽ വിജയം പ്രാപ്തമാക്കണം. മോഷ്ടിക്കുകയോ കള്ളം പറയുകയോ ചെയ്യുന്ന ശീലം മാറ്റിയെടുക്കണം. ദാനം നൽകിയ വസ്തു തിരിച്ചെടുക്കരുത്. ആദ്യത്തെ പോയിന്റിൽ എന്ത് സേവനമാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് ബാബ വ്യക്തമായി പറയുന്നു. എല്ലാവർക്കും ബാബയുടെ പരിചയം കൊടുക്കണം. ബാബയുടെ പരിചയം നാം കൊടുക്കുന്നത് സ്ഥൂലമായ സേവനമാണ്. ആത്മാക്കളുടെ മംഗളം ചെയ്യുക അർത്ഥം അവർക്ക് പുരുഷാർത്ഥത്തിൽ മുന്നേറുന്നതിനുള്ള പ്രേരണ നൽകണം. എന്നാൽ ഏറ്റവും സൂക്ഷ്മമായ സേവനം, അതിനെയാണ് മൂലസേവനമെന്ന് പറയുന്നത്. അത് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുക എന്നതാണ്. ഇവ 3 തീർച്ചയായും ചെയ്യണം. ഇങ്ങനെ സേവനത്തിൽ ബിസിയായിരിക്കണം. സമയം ഒരിക്കലും കളയരുത്. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, 5 വികാരങ്ങളുടെ മേൽ ജയം പ്രാപ്തമാക്കുമ്പോഴാണ് നാം വിവേകശാലിയായി മാറുന്നത്. ഒപ്പം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും മോശമായ ശീലമുണ്ടെങ്കിൽ, മോഷ്ടിക്കുന്നതിൻ്റെ, കള്ളം പറയുന്നതിൻ്റെ, കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതിൻ്റെ എന്തെങ്കിലും ശീലമുണ്ട് എങ്കിൽ അതിനെ തീർച്ചയായും മാറ്റണം. മാറ്റുന്നതിന് അത് സത്യമായി ബാബയോട് പറയണം. നാം എന്താണോ ബാബയ്ക്ക് നൽകിയിട്ടുള്ളത് അതൊരിക്കലും തിരിച്ചെടുക്കരുത്. അത് ശരീരം, മനസ്സ്, ധനമാകട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും കുറവാകട്ടെ, എന്താണോ ബാബയ്ക്ക് നൽകിയിട്ടുള്ളത് ഒരിക്കലും തിരിച്ചെടുക്കരുത്. വരദാനം: ശരീരത്തിൻ്റെ അസുഖങ്ങളുടെ ചിന്തനത്തിൽ നിന്നും മുക്തരായി ജ്ഞാനചിന്തനവും സ്വചിന്തനവും ചെയ്യുന്ന ശുഭചിന്തകരായി ഭവിക്കട്ടെ. ഒന്നുണ്ട് ശരീരത്തിൽ രോഗം വരിക, മറ്റൊന്നാണ് രോഗത്തിൽ വിഷമിച്ചു പോകുക അല്ലെങ്കിൽ ഇളകി പോകുക. രോഗം വരിക ഇത് വിധിയാണ്. എന്നാൽ ശ്രേഷ്ഠ സ്ഥിതിയിൽ ഇളക്കം വരിക ഇത് ബന്ധനത്തിൽ പെട്ടിരിക്കുന്നതിൻ്റെ അടയാളമാണ്. ആര് ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ ചിന്തനത്തിൽ നിന്ന് മുക്തമായിരുന്ന് സ്വചിന്തനവും ജ്ഞാനചിന്തനവും ചെയ്യുന്നത് അവരാണ് ശുഭചിന്തകൾ. പ്രകൃതിയുടെ ചിന്തനത്തിലൂടെ കൂടുതൽ ചിന്ത രൂപപ്പെടുന്നു. ഈ ബന്ധനത്തിൽ നിന്ന് മുക്തമാകുക, ഇതിനെയാണ് കർമാതീത സ്ഥിതി എന്ന് പറയുന്നത്. ഈ ശരീരത്തിൽ എത്ര തന്നെ അസുഖം വന്നാലും ഈ അസുഖത്തെക്കുറിച്ച് ചിന്തിക്കാതെ ജ്ഞാനത്തെക്കുറിച്ചും സ്വയം തന്നെക്കുറിച്ചും ചിന്തിക്കുക, ഇതിനെയാണ് ശുഭചിന്തകരെന്ന് പറയുന്നത്. പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെ അത് വളരെ വലിയ രൂപമായി മാറുന്നു. ഇതിൽ നിന്ന് മുക്തമായിരിക്കുക, ഇതിനെയാണ് കർമാതീത സ്ഥിതി എന്ന് പറയുന്നത്. സ്ലോഗൻ: സ്നേഹത്തിൻ്റെ ശക്തി പ്രശ്നങ്ങളാകുന്ന പർവ്വതത്തെ വെള്ളം പോലെ ഭാരരഹിതമാക്കുന്നു. ഓം ശാന്തി.